ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നാണ് കേട്ടോ നമ്മളെ കല്യാണം. അപ്പോൾ കല്യാണത്തിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ, ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉമ്മ മാറ്റിയും കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. വണ്ടി വരാൻ വെയിറ്റ് ചെയ്തിങ്ങാണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ എന്തായാലും ഓഡിറ്റോറിയത്തിലെത്തിയിട്ട് കാണാം. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങളുടെ വണ്ടി വന്നു കേട്ടോ ഗൈസ്. ഞങ്ങളൊരു 10 മണിക്കൊക്കെ പോകാൻ പ്ലാൻ ചെയ്തതാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾ ഒരുക്കങ്ങളൊക്കെ തീർന്നപ്പോഴത്തേനൊരു 11 മണി ആയിട്ടുണ്ടാവും കേട്ടോ. നിക്കാഹ് ആദ്യം കഴിഞ്ഞുകൊണ്ട് തന്നെ പെണ്ണിനെ വേഗം വന്ന് കൊണ്ടുപോകും കേട്ടോ. ചെക്കൻ്റെ വീട്ടിലാണ് റിസപ്ഷന്. പിന്നെ നമ്മൾ ഓഡിറ്റോറിയം അത്ര ദൂരമൊന്നുമല്ല, ഒരു 10 മിനിറ്റ് മതി. വണ്ടി പോവുകയാണെങ്കിൽ 10 മിനിറ്റ് മതി നമ്മൾ ഓഡിറ്റോറിയത്തേക്ക് എത്താൻ. ഒരു 11:30 ആയപ്പത്തിന് നമ്മൾ ലാഫസ്റ്റേൽ എത്തിയിട്ടോ. ഞങ്ങളെ മാമൻ്റെ ഓഡിറ്റോറിയം തന്നെയാണ് കേട്ടോ. വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ലൈമാട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതാണ് കേട്ടോ ബ്രൈഡിൻ്റെ ഉമ്മയും ഇപ്പയും. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവരെല്ലാവരും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കസിൻസിൽ എല്ലാവരും ഒന്നും എത്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേയൊക്കെ കഴിഞ്ഞിട്ട് ഒരു മണിയൊക്കെ ആയിട്ടാണ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ബ്രൈഡ്. ഓൾ ഔട്ട്ഡോർ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുള്ള വരവാണ് കേട്ടോ. പിന്നെ ഞങ്ങളോട് വേഗം ഫുഡ് കഴിച്ചോളൂ, എന്നിട്ട് സെക്കൻഡ് ഫ്ലോർക്ക് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച്, ഫുഡിന് ചിക്കൻ മന്തിയും ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ. ഞാൻ ചിക്കൻ മന്തിയാണ് കഴിച്ചത്. അല്ലെങ്കിൽ ബീഫിൻ്റെ ഐറ്റംസ് ഇഷ്ടമല്ല. പിന്നെ മന്തി ഉണ്ടെങ്കിൽ എന്തായാലും പിന്നെ മന്തി തന്നെ കഴിക്കുള്ളൂ. ഞാനൊരു ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് നടന്നു വരാൻ പറഞ്ഞാണ് കേട്ടോ. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഫുഡ് കഴിച്ചിട്ട് നേരെ സെക്കൻഡ് ഫ്ലോർക്ക് പോയിട്ടോ. അവിടെ ചെന്നപ്പോൾ ഫുള്ള് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ഇരുന്ന്. ഞങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ നാട്ടുവർത്താനം പറഞ്ഞ അവിടെ കുറച്ച് നേരം ഇരുന്ന്. അപ്പത്തിനാണ് നമ്മളെ മെയിൻ താരങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ മാമൻ്റെ മക്കളൊക്കെ കേട്ടത്. അപ്പോൾ കുറച്ചൊക്കെ കഴിഞ്ഞേക്ക് നമ്മളെ ഗ്രൂമൊക്കെ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹായ് എടുത്ത പെണ്ണിൻ്റെ എൻട്രി കഴിഞ്ഞേക്കന്നെ ഞങ്ങളെല്ലാവരും കൂടി ഫോട്ടോ എടുക്കാനാണ് ഇറങ്ങിയിട്ടോ. അപ്പോഴാണ് ഒരു ഐഫോൺ കൈ കിട്ടുന്നത്. ഐഫോൺ കൈ കിട്ടി പിന്നെ നമ്മൾ വെറുതെ വിടൂലല്ലോ. ആ ഗാലറി ഒന്ന് ഫുള്ളാക്കാതെ ഒരു സമാധാനം ഉണ്ടാവില്ല. അതൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കലൊക്കെ തകൃതിയായി നടക്കുന്നുണ്ട്. ഒരു 2 മണിയൊക്കെ ആയപ്പത്തിന് പെണ്ണിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഇടയ്ക്ക് വോയിസ് ഓവർ കൊടുക്കണത് നിങ്ങൾക്കൊരു ബോറ് വരണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ. ഈ ഫുള്ളായിട്ട് വീഡിയോ ഇടുമ്പോൾ എനിക്കെന്തോ ഒരു മടുപ്പ് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഐ ആം റിയലി സോറി ഗൈസ്. അങ്ങനെ എന്തോയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പെണ്ണിറങ്ങാണ് ഗൈസ്. ഓലെ ഫോട്ടോ എടുക്കലൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഓള് കരയൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഓള് കരഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ചിരുന്നു അവള് കരയുന്നൊക്കെ. നമ്മളെങ്ങനെ പറഞ്ഞാലും ആ ഒരു ടൈമിൽ നമ്മൾക്ക് എന്തായാലും കണ്ടു നിറയല്ലോ. ഓളെ മനസ്സിൽ സങ്കടം ഉണ്ടാവും, പക്ഷെ ഓളോർ പുറത്തേക്കൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പെണ്ണിറങ്ങിയേക്കന്നെ ഞങ്ങളും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം 5 മണിക്കായിരുന്നു കേട്ടോ ചെക്കൻ്റെ വീട്ടിലെ റിസപ്ഷന്. വെഡിങ്ങിൻ്റെ അന്ന് തന്നെയായിരുന്നു പരിപാടി. എന്നാൽ പിന്നെ വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി റിസപ്ഷൻ്റെ വീഡിയോസ് ആയിട്ട് വരേണ്ട ഇൻഷാ അല്ലാ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.